ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 31 തിങ്കളാഴ്ച. അന്ന് ഹേരാംബ സംകഷ്ടി ചതുർത്ഥിയാണ്. ഹേരാംബ ഗണപതി, അങ്ങനെ ഒരു ഗണപതിയുണ്ട്. എത്ര പേര് ഇങ്ങനെയൊരു ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ട്? ഹേരാംബ ഗണപതി വളരെ വിശേഷപ്പെട്ട ഒരു ഗണപതിയുടെ രൂപമാണ്. സാധാരണ നമുക്കറിയാം ഗണപതിയുടെ വാഹനമെന്ന് പറയുന്നത് ഇലിയാണ്. ഇവിടെ ഈ രൂപത്തിലുള്ള ഗണപതി സിംഹത്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്. സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഈ ഗണപതിക്ക് 5 തലയാണ് ഉള്ളത്, 10 കൈകളാണ് ഉള്ളത്. യാതൊരു ആശ്രയവും ഇല്ലാതെ വലയുന്ന, അതായത് നിസ്സഹായരായ മനുഷ്യർക്ക് ആശ്രയം അരുളുന്ന ദേവതയാണ് ഈ ഹേരാംബ ഗണപതി. ആ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് 2026 ഓഗസ്റ്റ് മാസം 31 തിങ്കളാഴ്ച. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് 31 രാവിലെ 8:50 മുതൽ സെപ്റ്റംബർ 1 രാവിലെ 7:41 വരെയാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 31 തിങ്കളാഴ്ചയാണ് നമ്മൾ ഹേരാംബ സംകഷ്ടി ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം ചന്ദ്രോദയം എന്ന് പറയുന്നത് അന്ന് രാത്രി 8:49 വരെയാണ്. ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ ആ ഒരു വ്രതനിഷ്ഠ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്രതനിഷ്ഠയിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അന്ന് വിഘ്നേശ്വര ഭഗവാനെ ഹേരാംബ രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാന് പ്രത്യേക പൂജകൾ നടത്തിയാൽ മതി. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഡു അല്ലെങ്കിൽ മോദകം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കറുകപ്പുല്ല് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതു ക്ഷേത്രത്തിൽ പോയാലും അവിടെ വിനായകൻ നിർബന്ധമായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വിനായകന് കറുകപ്പുല്ല് സമർപ്പിച്ച് മോദകം അല്ലെങ്കിൽ ലഡു സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് ലഡു മേടിച്ച് ഭഗവാന് സമർപ്പിച്ച് അത് പ്രസാദമായിട്ട് സ്വീകരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കൊഴുക്കട്ട അല്ലെങ്കിൽ മോദകം ഉണ്ടാക്കി, കൊഴുക്കട്ട ആയിക്കോട്ടെ, അത് തേങ്ങയും ശർക്കരയും അകത്ത് വെച്ച് അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കടലപ്പരിപ്പ് ശർക്കരയിൽ പാവ് കാച്ചി അങ്ങനെ, അല്ലെങ്കിൽ ചെറുപയർ ശർക്കരയിൽ പാവ് കാച്ചി അങ്ങനെ ശർക്കരയിൽ നമ്മളിങ്ങനെ വരട്ടിയെടുത്തതിന് ശേഷം അത് അരിപ്പൊടിയിൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ, അതായത് അകത്ത് വെക്കുന്നത് ഒന്നുകിൽ തേങ്ങയും ശർക്കരയും ആകാം, അല്ലെങ്കിൽ കടലപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് ശർക്കരയിൽ വരട്ടി എടുത്തിട്ട് നമ്മൾ ബോളിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെയാകാം. അതല്ലെങ്കിൽ ചെറുപയറായാലും അതായാലും നല്ലത് തന്നെ. എന്തായാലും നമുക്കതുണ്ടാക്കി നമ്മുടെ കയ്യാലുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളിങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ നിറച്ച് സമർപ്പിക്കണം. ഒരു കൊച്ചു പാത്രത്തിൽ, ഇപ്പോൾ ഒരുപാട് വലിയ പാത്രത്തിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ഉണ്ടാക്കണം. ഒരു ചെറിയ പാത്രത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ കൂമ്പാരമായിട്ട്, അതിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു കൂമ്പാരമായിട്ട് വേണം ഭഗവാന്റെ മുമ്പിൽ നമ്മളിങ്ങനെ സമർപ്പിക്കേണ്ടത്. ഭഗവാന് കാണുമ്പം നിറയണം. അല്ലാതെ ഒരു വലിയ പാത്രത്തിൽ 1-2 എണ്ണം എടുത്ത് ഇങ്ങനെ അങ്ങനെയല്ല. ഗണപതി ഭഗവാൻ എപ്പോഴും നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കൊച്ചു പാത്രം മതി. ആ കൊച്ചു പാത്രത്തിൽ ഇതിങ്ങനെ വെക്കുമ്പോൾ ആ പാത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കണം. അതല്ല വലിയ പാത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എങ്കിലും ലഡുവും മോദകവുമാണ് ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമുക്ക് സമർപ്പിച്ച് കറുകപ്പുല്ലുകൾ സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹേരാംബ ഗണപതിയുടെ രൂപത്തിൽ ആ ഗണപതിയെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഓം ഹേരാംബ ഗണപതിയെ നമ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും മാറി, അതായത് നിസ്സഹായതയിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യന് രക്ഷ നൽകുന്ന ഭഗവാനാണ്. അതുകൊണ്ടാണ് പതിവിന് വിപരീതമായി ഭഗവാൻ സിംഹത്തിൻ്റെ, ഏറ്റവും ശക്തിയുള്ള സിംഹത്തിൻ്റെ, കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത്. ഈ സംകഷ്ടി ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. ഗണപതി ഭഗവാൻ തന്നെയാണ് അമ്മയായ പാർവതി ദേവിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും നളനെയും ദമയന്തിയെയും അറിയാം ഇല്ലേ? നമ്മുടെ മാധവം എന്ന യൂട്യൂബ് ചാനലിൽ നളൻ്റെയും ദമയന്തിയുടെയും കഥ അത് ആദ്യം മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നളനും ദമയന്തിയും എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആ കഥ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലാത്ത എല്ലാവരും സമയം കിട്ടുന്ന സമയത്ത് ആ ഒരു കഥ
കേൾക്കണം. ഇനി വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ഉണ്ട്. നളനും ദമയന്തിയും എന്ന പ്രത്യേക ഫോൾഡർ തന്നെയുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ നളനും ദമയന്തിയും അവർ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്നവരാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് പിരിയേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഇങ്ങനെ ദമയന്തി കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ദമയന്തി ഒരു മഹർഷിയെ കണ്ടുമുട്ടുന്നു. ആ മഹർഷിയുടെ പേരാണ് ശരഭംഗൻ. ഈ ശരഭംഗൻ എന്ന മഹർഷിയോട് തൻ്റെ ദയനീയമായ അവസ്ഥ പറയുന്ന സമയത്ത് ശരഭംഗൻ എന്ന മഹർഷി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ദമയന്തിയോട്. അതിനകത്ത് തന്നെ ഈ ഹേരാംബ ഗണപതിയെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹേരാംബ ഗണപതിയെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് നളനെ ദമയന്തിക്ക് തിരിച്ചു കിട്ടിയത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് ദമയന്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ആരും സഹായത്തിനില്ലാത്ത നിസ്സഹായിയായ ദമയന്തിയാണ്. അങ്ങനെ നിസ്സഹായത അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കുന്ന ഗണപതിയാണ്. അതുകൊണ്ട് തന്നെ പല സമയത്തും നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരുടെ രക്ഷകനായി ഹേരാംബ ഗണപതി മാറാറുണ്ട്. കാരണം പല സമയത്തും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ ആ ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയിൽ, ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളെല്ലാവരും നിൽക്കാറുണ്ട്. ആ സമയത്ത് ആരും ആശ്രയമില്ലാത്ത അവസ്ഥയിൽ, മുമ്പോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ ഹേരാംബ രൂപത്തിൽ ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നു എന്നും നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ കൈപിടിച്ച് നടത്തുന്നു എന്നുമാണ് വിശ്വാസം. ഗണപതിയുടെ രൂപം നിങ്ങളെല്ലാവരും ഓർക്കുക. സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഗണപതിയാണ്. 5 തലകളാണ് ഗണപതിക്കുള്ളത്. അതുപോലെ തന്നെ 10 കൈകളാണ് ഗണപതിക്ക് ഉള്ളത്. ഈ രൂപത്തിലുള്ള ഗണപതി ഓം ഹേരാംബ ഗണപതിയെ നമ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. 108 തവണ പ്രാർത്ഥിച്ചു കൊള്ളുക. അങ്ങനെ ഭഗവാന് മോദകവും ലഡുവും സമർപ്പിച്ചു കൊള്ളുക, കറുകപ്പുല്ല് സമർപ്പിച്ചു കൊള്ളുക. ഗണപതിയുടെ ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നമ്മുടെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വിനായക പ്രതിഷ്ഠയുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചാലും മതി. പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഗണപതിയുടെ രൂപമാണ് ഹേരാംബ ഗണപതി. ഹേരാംബ സംകഷ്ടി ചതുർത്ഥിയാണ് അന്നേ ദിവസം. എപ്പോഴാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്? ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. 31-ാം തീയതി രാത്രി 8:49 ചന്ദ്രഭഗവാന്റെ ഉദയം, ചന്ദ്രോദയം. ആ സമയത്ത് ആകാശത്ത് ചന്ദ്രഭഗവാനെ കണ്ട് ചന്ദ്രഭഗവാന് പൂജകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ചന്ദ്രഭഗവാന് പൂജകൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സംകഷ്ടി ചതുർത്ഥിയുടെ വീഡിയോ കണ്ടാൽ മതി, അതിനകത്ത് കൃത്യമായി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച് വിനായകനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മളുടെ ആ ഒരു വ്രതനിഷ്ഠ അവസാനിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് പകൽ മുഴുവൻ ഉപവാസത്തിലിരിക്കാം, അല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കാം, എങ്ങനെയാണോ. അല്ലെങ്കിൽ നമുക്ക് ധാന്യവർഗ്ഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മറ്റെന്തെങ്കിലും പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇരിക്കാം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാം. ഒരു വലിയ പ്രതിസന്ധി ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആളുകൾ, നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ല, നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഗണപതി രൂപമാണ് ഹേരാംബ ഗണപതി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളും മാറി നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.